നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വോട്ടർ അധികാര യാത്ര അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ പട്നയിൽ നിന്ന് നാം കാണുന്നത് BJP കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. ദർഭംഗയിൽ കോൺഗ്രസ് പതാക ഏന്തിയ ഒരാൾ മോദിയെ തെറി വിളിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഘർഷമുണ്ടായത്. ഒരാളെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വോട്ടർ അധികാര യാത്ര ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. യാത്രയെ BJP ഭയക്കുന്നുണ്ട്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി A. റഹീം MP, CPM പ്രതിനിധി, കോൺഗ്രസ് വക്താവ് M. ലിജു, വലത് നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ. ആദ്യം ലിജുവിലേക്ക്. ലിജു, ഈ ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഒരു വശത്ത് മോദിയെ തെറി വിളിച്ച ഒരാളുടെ വീഡിയോ വന്നതാണ് ആ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ കാര്യത്തിൽ അമിത്ഷാ ആവശ്യപ്പെടുന്നത് രാജ്യത്തോട് മാപ്പ് പറയണം എന്നാണ് രാഹുൽ ഗാന്ധിയോട്. അതേസമയം കോൺഗ്രസ് അതിനെ ഏറ്റെടുക്കുന്നില്ല. അയാളെ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ RJD-കാരനോ ആയിട്ട് പോലും കാണുന്നില്ല. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. പകരം കോൺഗ്രസ് പറയുന്നത് ഈ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ആളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ഇത് എന്നാണ്, അക്രമത്തിൻ്റെ പാത എന്നാണ്. പക്ഷേ ആ വീഡിയോ റിയൽ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അത് അംഗീകരിക്കണ്ടേ? ഇപ്പം എനിക്ക് ആ വീഡിയോയുടെ കാര്യം BJP ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അതൊരു കോൺഗ്രസ് പ്രവർത്തകനോ RJD പ്രവർത്തകനോ ആണെന്ന് തന്നെ ഇരിക്കുക. ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഇത് കോൺഗ്രസ്സുകാരനാണ് എന്ന് യാതൊരു തെളിവുമില്ല, RJD-കാരനുമല്ല എന്നാണ് പറയുന്നത്. BJP ഇത്തരം ഗിമ്മിക്കുകൾ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാറുണ്ട്. അതല്ല, ഇനി അത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് തന്നെ ഇരിക്കുക. ലക്ഷക്കണക്കിന് പ്രവർത്തകർ മേൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരത്തിൽ നിയന്ത്രണമുണ്ടോ? അപ്പം അത് കാരണം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടി രാജ്യത്തോട് മാപ്പ് പറയണം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ബാലിശമായൊരു വാദഗതിയാണ്. തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ബീഹാറിലെ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണ്. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി രാജ്യത്ത് ഏറ്റവും സുപ്രധാനമായൊരു വിഷയം ഉയർത്തിയിരിക്കുന്നു. അത് കൃത്രിമ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതും അംഗീകൃത വോട്ടർമാരെ, വോട്ടവകാശമുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള രാജ്യത്ത് നിൽക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ്. 65 ലക്ഷം പരം ആളുകളെയാണ് ഏകപക്ഷീയമായി ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് BJP അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ നിർദ്ദേശമനുസരിച്ച് സംഘപരിവാർ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചത്. എല്ലാ ആധികാരിക രേഖകളെയും ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ ഒഴിവാക്കുമെന്നുള്ളതായിരുന്നു BJPയുടെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ധാർഷ്ട്യം. ഇപ്പോൾ രണ്ടും ഒന്നായതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെ പറയുന്നത്. സുപ്രീം കോടതിക്ക് മുമ്പാകെ കേസിന് പോയിട്ട് വേണ്ടി വന്നു തിരഞ്ഞെടുപ്പ് രേഖകൾ, ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി അവർക്ക് വോട്ടവകാശം പുനഃസ്ഥാപിക്കപ്പെടാനുള്ള ഒരവസരമെങ്കിലും ഉണ്ടായത്. വോട്ടവകാശം നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞതിനെ പോലും സുപ്രീം കോടതിയിൽ എതിർത്ത ആളുകളാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇത്തവണത്തെ ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടവകാശമെന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു അവകാശത്തിന് വേണ്ടിയുള്ളൊരു പോരാട്ടം കൂടിയാണ് ഇത്തവണ ബീഹാറിൽ നടക്കുന്നത്. ആ ഒരു അവകാശത്തെ നേടിയെടുക്കാൻ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന, തേജസ്വി യാദവ് നടത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടവകാശ യാത്ര, വോട്ട് സംരക്ഷണ യാത്ര ബീഹാറിലാകമാനം തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഇത്തവണ കോൺഗ്രസും RJD-യും ചേർന്ന സഖ്യം വലിയ വിജയം നേടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അതിൽ നിന്നും ശ്രദ്ധ മാറ്റുവാൻ ഏതോ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി എന്തോ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പേരിൽ കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കാനായി സംഘപരിവാർ ശക്തികൾ രംഗത്തിറങ്ങുന്നതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ BJPയുടെ സ്ഥിരം ഡൈവേർഷൻ ടെക്നിക്സ് മാത്രമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഡൈവേർഷൻ ടെക്നിക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ്. ഈ തെരഞ്ഞെടുപ്പ് എന്നത് ബീഹാറിലെ ജനങ്ങളുടെ വോട്ടവകാശം സംരക്ഷിക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പാണ്, ജനദ്രോഹ ഭരണത്തിനെതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് അത് ശക്തമായി അതിനെ നേരിടും. രാഹുൽ ഗാന്ധി അതിൻ്റെ മുന്നണി പോരാടിയാൽ നിൽക്കും. ഇവിടെ ആരോടും മാപ്പ് പറയാനും പോകുന്നില്ല. ഇപ്പോൾ വോട്ടവകാശത്തെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ കൂടുതൽ വിശദമായി സംസാരിക്കേണ്ടതുണ്ട്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ കോൺഗ്രസ് ഇന്ന് അതിനോട് നടത്തിയ പ്രതികരണം അമ്പരന്ന് പോയിരിക്കുകയാണ് BJP ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് ബീഹാറിൽ ലഭിക്കുന്ന സ്വീകരണത്തിൽ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ അറിയാം, ഈ ഭാരത് ജോഡോ യാത്രയേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം അവിടെയുണ്ട്. അപ്പോൾ ആ ജനപങ്കാളിത്തത്തിൽ അമ്പരന്നുകൊണ്ടാണ് ഇങ്ങനെ അക്രമത്തിൻ്റെ ഭാഗം. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പട്നയിലെ ഓഫീസൊക്കെ ആക്രമിക്കുന്ന നിലയുണ്ടാവുന്നു, അത് പൂട്ടിയിടേണ്ടി വരുന്നു. അങ്ങനെ ഒരു അക്രമത്തിന്റെ പാതയിലേക്ക് BJP നീങ്ങുന്നത് ഇതിന്റെ ഒരു സ്വീകാര്യത കണ്ടിട്ടാവുമോ?
കാര്യം ഒരു കാര്യം പറയട്ടെ, ഈ ബീഹാറില് ഈ RJDയുടെ തോളത്തിരുന്ന് യാത്ര ചെയ്യുന്ന, അതായത് ഞാനും പോത്തച്ഛനും കൂടെ എന്ന് പണ്ടൊരു തവള പറഞ്ഞ മാതിരി അതിന്റെ പുറത്തിരുന്ന് ചെയ്യുന്ന ആ റോളെ അവിടെ കോൺഗ്രസിന് അവിടെ ഉള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതായത് അവസാനമായി അവിടെ ഒരു കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നത്, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത് 90-ൽ അവസാനിച്ചു. അതിനുശേഷം കോൺഗ്രസ് പൂർണ്ണമായും നാമാവശേഷമാക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഈ ബീഹാർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെട്ടെ, ഇവർക്ക് അവകാശവാദങ്ങൾ ഉന്നയിക്കാനൊക്കെ എല്ലാവർക്കും അവകാശങ്ങളുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് വളരെ ഒരു വലിയ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ആണ്, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആ ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഹലോ പറഞ്ഞോളൂ ഷാബു, പറഞ്ഞോളൂ. വളരെ ഹീറ്റഡ് ആയിട്ടുള്ള പ്രചരണങ്ങളും അവിടെ ആരോപണങ്ങളും എതിർ ആരോപണങ്ങളും കിട്ടുന്ന എന്ത് ആയുധവും ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം പോരടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകും. അതിനിപ്പോ ഒരു സാധാരണ പ്രവർത്തകൻ ചീത്ത വിളിച്ചതായാലും ശരി, അത് എന്ത് തന്നെയാലും അത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണത്. അത് കോൺഗ്രസിന് ഒരു ആയുധം കിട്ടിയാൽ അവരും ഉപയോഗിക്കും, തിരിച്ചും ഉപയോഗിക്കും. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന, ഇപ്പൊ ലിജു പറഞ്ഞത് ശരിയാണ്, ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ലക്ഷക്കണക്കിന് പ്രവർത്തകരിൽ ഒരാള് നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അതിന് കോൺഗ്രസ് മാപ്പ് ചോദിക്കണോ എന്ന് ചോദിക്കുന്നതിൻ്റെ അകത്ത് ഒരു യുക്തിയുണ്ട്. ഇതേപോലെ തന്നെയാണ് ഈ രാജ്യത്ത് എന്തെങ്കിലും ബീഹാറിലോ UP-യിലോ രാജസ്ഥാനിലോ എന്തെങ്കിലും ഒരു സാധാരണ ഒരു തെരുവിൽ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു വാക്കേറ്റം ഉണ്ടായാൽ ഉടനെ തന്നെ നരേന്ദ്രമോദി രാജിവെക്കണം, നരേന്ദ്രമോദി ഇതിന് ഉത്തരം പറയണം. അതിന് ഇവിടെ 10 ലക്ഷം രൂപയും കൊണ്ട് കേരള മുഖ്യമന്ത്രി ഹരിയാനയ്ക്ക് പോകുന്നു. ഈ കലാപരിപാടികൾ ഇവിടെ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ അജിംസെ. കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ നരേന്ദ്രമോദി ഉത്തരം പറയണം, നരേന്ദ്രമോദി രാജിവെക്കണം എന്നുള്ള ആവശ്യം ഇവിടെ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് മാത്രം കൊടുക്കാനുള്ള റൈറ്റ്. ഷാബു പറഞ്ഞു വരുന്നത്, അതായത് തെരഞ്ഞെടുപ്പ് കാലമാണ്, എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഉപയോഗിക്കും എന്നുള്ളതാണ്. ശ്രീ A. റഹീം, യെസ്, ഞാൻ ഷാബുവിലേക്ക് വരാം. ഷാബു, ശ്രീ A. റഹീം, ഇവിടെ ഒരു വശത്ത് ഈ വോട്ട് കൊള്ളയ്ക്കെതിരായ പ്രൊട്ടസ്റ്റ് വലിയ തോതിൽ നടക്കുന്നതിന് വലിയ ജനസ്വീകാര്യതയുണ്ട്. അത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ബീഹാറിൽ ഇതിനു മുമ്പുണ്ടാകാത്ത രീതിയിലുള്ളൊരു ജനകീയ ഉണർവ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോഴും ഈ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഈ വരുന്ന സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് കുറേ അധികം ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് നടക്കേണ്ടതുണ്ട്. 65 ലക്ഷം പേരുടെ വോട്ട് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുവെങ്കിൽ അതിൽ ക്ലെയിം ഉന്നയിക്കേണ്ടതുണ്ട്, പരാതി കൊടുക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ അതല്ലേ ആദ്യം ചെയ്യേണ്ടത്? പ്രൊട്ടസ്റ്റ് ആണോ? അല്ല, ഞങ്ങളിതെല്ലാം ചെയ്യല്ലേ. യഥാർത്ഥത്തിൽ SIR എന്നതിനെ നമ്മൾ വളരെ ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ല. അത് സാർവത്രിക വോട്ടവകാശം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലായ ഒരു കാര്യത്തിൻ്റെ അസ്ഥിവാരം ഇളക്കുന്നതിനെതിരായി നടക്കുന്ന പ്രക്ഷോഭമാണ്. SIR-ലൂടെ ഉദ്ദേശം വെക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സാർവത്രികമായ വോട്ടവകാശത്തെ അട്ടിമറിക്കുന്നു. രണ്ടാമത്, പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നു. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് രണ്ടും വെൽ കണക്റ്റഡ് ആണ്, ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. ഇവിടെ ഫണ്ടമെന്റലായിട്ടുള്ള ഒരു ചേഞ്ചാണ് നിയോ ഫാസിസ്റ്റ് ഭരണകൂടമായ സംഘപരിവാർ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് SIR-ലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് 2 കാര്യങ്ങളും വളരെ പ്രസക്തമാണ്. അതൊന്ന് ചരിത്രപരമായ തുടർന്ന് വന്ന കാര്യത്തിൽ വരുന്ന ഒരു വലിയ ഷിഫ്റ്റ്, മറ്റൊന്ന് ഫണ്ടമെന്റലായ ഒരു കാര്യത്തിന്റെ ഷിഫ്റ്റ്. എന്താ ഫണ്ടമെന്റലായ കാര്യം? ഒരു 18 വയസ്സ് പൂർത്തിയായ ഒരു പൗരനെ സംബന്ധിച്ച്, ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് വോട്ടവകാശം എന്നത് അവന്റെ ഒഴിച്ചുകൂടാനാകാത്ത റൈറ്റാണ്, അവന്റെ അങ്ങേയറ്റത്തെ ഫണ്ടമെന്റൽ റൈറ്റാണ്. അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു വോട്ടവകാശിയാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം, അതിൻ്റെ ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് നമ്മൾ പറയില്ലേ, ആ ബർഡൻ ഓഫ് പ്രൂഫ് വോട്ടറുടെ മേൽ ചുമത്തപ്പെടുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ SIR-ലൂടെ നടക്കുന്ന വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒളിച്ചു കിടന്ന ഷിഫ്റ്റ്. ദെൻ രണ്ടാമതൊരു കാര്യം എന്താണ്? ചരിത്രപരമായി ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് മുതലുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവാദിത്വം എന്താണ്? അങ്ങ് വനാന്തരങ്ങളിൽ എവിടെയെങ്കിലും വളരെ വിജനമായ ഒരിടത്ത് ഒറ്റയ്ക്കൊരു മനുഷ്യൻ, ഏകാഗിയായി താമസിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ, ഇന്ത്യൻ പൗരന്റെ വോട്ടവകാശം ഉറപ്പുവരുത്താനും ചിലപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കലും
സ്റ്റേറ്റിന്റെ ഭരണകൂടത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇതാണ് ചരിത്രപരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും വളരെ ഫണ്ടമെന്റലായ ഈ ഘടകത്തിലും ഈ കീഴ്വഴക്കത്തിലും ഫണ്ടമെന്റലായ ഒരു ചേഞ്ച് വരുത്തുകയാണ്. ഏതെങ്കിലും ഏതൊരാളുമാകട്ടെ എവിടെയും താമസിക്കുന്ന മനുഷ്യന് വോട്ടവകാശം വേണമെങ്കിൽ സ്റ്റേറ്റ് നിർദ്ദേശിക്കുന്ന നിഷ്കർഷിക്കുന്ന അപ്രാപ്യമായ, അതാണ് ഞാൻ പറയുന്നത്, അപ്രാപ്യമായ കുറെ വഴികളിലൂടെ സഞ്ചരിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ വോട്ടവകാശം ഞങ്ങൾ റദ്ദാക്കും. പിന്നെ നിങ്ങൾക്ക് വോട്ടവകാശം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാശ് ചിലവാക്കി വേണമെങ്കിൽ കോടതിയിൽ പോയി വാങ്ങിക്കുകയെ എന്നാണ്. കോടതിയിൽ പോയിക്കോ എന്നാണ്. എടാ നിങ്ങൾ കോടതിയിൽ പോയിക്കോ. നിങ്ങൾ മനസ്സിലായില്ലേ? ഇത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യത്തിന്റെ അടിത്തറ എന്ന് പറയാൻ കഴിയുന്ന ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ, അതിലെ വോട്ടവകാശം, ഇവിടെയെല്ലാം വളരെ ഘടനാപരമായ മാറ്റം. ആ മാറ്റം ഇവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഒരു ഫാസിസ്റ്റ് ന്യൂ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ വളരെ കൃത്യമായ ഇടപെടലാണ്. അതുണ്ടാക്കുന്ന ദുർവ്യാപക പ്രത്യാഘാതം എന്താണ്? ഇവിടെ ആധാർ കാർഡ്, കുറച്ചുകൂടി പിറകിലേക്ക് പോകൂ. ആധാർ കാർഡ് ഈ പറയുന്ന പരിഗണിക്കപ്പെടുന്ന രേഖകളുടെ കൂട്ടത്തിലില്ലായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നത് വരെ. ഇപ്പൊ നിയമയുദ്ധം നടത്തി സുപ്രീം കോടതി അവസാനം ഇടപെട്ടതിന് ശേഷമാണ് ആധാർ കാർഡ് ഉള്ളവരെ ഉൾപ്പെടുത്താം. ഇതിനു മുമ്പ് പറഞ്ഞതാണ് അതല്ല ആധാർ കാർഡ് നിരസിക്കേണ്ട കാര്യം. ആധാർ കാർഡ് സാർവത്രികമാക്കിയ സന്ദർഭത്തിൽ പറഞ്ഞത് ഇനി ആധാറാണ് ഏറ്റവും അടിസ്ഥാന രേഖയെന്നാണ്. ഇപ്പോഴെന്തിനാണ് ആധാറിനെ അവിശ്വസിക്കുന്ന കാര്യം? ഇനി ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെടുന്ന മനുഷ്യരാണ്, കൂട്ടത്തോടെ ഒഴിവാക്കപ്പെടുന്ന, എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന മനുഷ്യർ. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ദളിതർ, ദരിദ്രർ, അങ്ങനെ സാധാരണക്കാരായ മനുഷ്യരെയാണ് ഒഴിവാക്കി നിർത്തുന്നത്. അവന്റെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അടിസ്ഥാനപരമായ അവന്റെ വോട്ടവകാശം നിറവേറ്റുന്നതിന് അവനെ പ്രേരിപ്പിക്കാൻ, അവനെ കൊണ്ടുവന്ന് നിങ്ങൾ വോട്ടർ പട്ടികയിൽ 18 വയസ്സായ ഓരോരുത്തരും വോട്ടർ ചേർക്കണം എന്ന് പ്രചരണം നടത്തേണ്ട, അതിന് പ്രലോഭനിപ്പിക്കേണ്ട, അവർ വരൂ വോട്ട് ചെയ്യൂ വരൂ, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ട ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണഘടനാപരമായ ചുമതല വഹിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നേരെ ഘടകവിരുദ്ധമായി ഈ രാജ്യത്ത് ആർക്കെങ്കിലും വോട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇത്രയും രേഖകളുമായി വന്ന് ഞങ്ങളുടെ മുമ്പിൽ ക്യൂ നിന്നാലേ തരികയുള്ളൂ. ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നിന്നെ ഞങ്ങൾ ഒഴിവാക്കും, വേണമെങ്കിൽ നീ കോടതി പൊയ്ക്കൂടെ എന്ന് പറയാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ മൗലികാവകാശങ്ങളുടെയും ലംഘനങ്ങളാണ്. മാത്രമല്ല ഭരണഘടനയെ തന്നെ നോക്കുകുത്തിയാക്കാണ്. ഇവിടെ എനിക്ക് കൗതുകരമായി തോന്നി. ഇന്നത്തെ വിഷയത്തിലേക്ക് വന്നാൽ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനാധിപത്യ യാത്ര ഞങ്ങളുടെ പാർട്ടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ജനാധിപത്യ കക്ഷികളും അതിന്റെ ഭാഗമാകുന്നുണ്ട്. ആ യാത്രക്കിടയിൽ ഒരാൾ, ഒന്നോ രണ്ടോ പ്രവർത്തകരെന്തോ മോദിയെ ചീത്ത വിളിച്ചു. അതിന് ഉടനെ തന്നെ അമിത്ഷായുടെ പ്രതികരണം വരുന്നു. എല്ലാവരുടെ അമിത്ഷായുടെ നാവനങ്ങി അനങ്ങിക്കണ്ടല്ലോ. SIR എന്ന വിവാദം ഉയർന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെന്റ് ഏതാണ്ട് ഒരു മാസത്തോളം തുടർച്ചയായി ചേർന്നു. പാർലമെന്റിന്റെ ഇരു സഭകളിലും തുടർച്ചയായി അടിയന്തര പ്രമേയ നോട്ടീസും രാജ്യസഭയിൽ 267 നോട്ടീസും ഞങ്ങൾ ആവർത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് ഒന്ന് വാതുറക്കൂ, SIR നിർത്തിവെക്കൂ. രണ്ട് പ്രശ്നങ്ങളും ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ ഇക്കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിലെ രണ്ട് പ്രശ്നങ്ങളും എന്തായിരുന്നു? രണ്ട് പ്രശ്നങ്ങളും ഉയർന്നു വന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുറ്റിപ്പറ്റിയായിരുന്നു. ഒന്ന് SIR, ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാകുന്ന SIR ബീഹാറിൽ ആരംഭിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഒരക്ഷരം മിണ്ടിയില്ല. അന്ന് മിണ്ടാതിരുന്നു ഇവർ. അതിനുശേഷമോ ഈ കഴിഞ്ഞ 24 തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വലിയ ആംബിഗ്വിറ്റീസ്, വളരെ അവ്യക്തതകൾ, ആ അവ്യക്തതകൾ, സംശയങ്ങൾ, വലിയ ആരോപണങ്ങൾ, നിങ്ങൾ നോക്കൂ. ആ സംശയങ്ങളെ മുറിച്ചു കടക്കാൻ ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണം. പ്രധാനമന്ത്രി നിശബ്ദത വെടിയണം. ആഭ്യന്തരമന്ത്രി സംസാരിക്കണം. ഫ്ലോറിൽ രണ്ട് വിഷയങ്ങളോട് ഉന്നയിച്ചു പാർലമെന്റിൽ. ബീഹാറിലെ രണ്ടാമത് അങ്ങ് പറഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളും അതുപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും സംബന്ധിച്ച് വരുന്ന ആംബിഗ്വിറ്റിയെ കുറിച്ചാണ്, അവ്യക്തതകളെ കുറിച്ചാണ്. അത് അവ്യക്തത തന്നെയാണോ നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടെന്നാണ്? മഹാദേവപുരയിലെ സ്പെസിമെൻ എടുത്ത് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയതാണ്. അതിനോട് CPM എന്ന പാർട്ടി അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുണ്ട് ആ വിഷയത്തെ? ഞങ്ങളെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ. ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ, അത് തൃശ്ശൂർ ഉൾപ്പെടെ എല്ലായിടത്തും ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ, വോട്ട് ചോരി എന്ന് പറയുന്ന, വോട്ട് കൊള്ള എന്നതിനെ സംബന്ധിക്കുന്ന ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ കൃത്യമായ വിശദീകരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇതുവരെയും നൽകാനായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഞാൻ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ പദം, അവ്യക്തത എന്ന് പറയുന്ന പദം എന്ന് പറയുന്നത്
രണ്ട് ഇഷ്യൂവിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിച്ചൊരു പദമെന്ന് മാത്രം കണ്ടാൽ മതി അജിംസെ. അത് ഞങ്ങൾ ഈ രണ്ട് കാര്യത്തിലും വളരെ ക്ലാരിറ്റിയുള്ള നിലപാടെടുത്തിട്ടുണ്ട്, പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തും. ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തേക്ക് നടന്ന മാർച്ചിൽ ഞങ്ങളുടെ എല്ലാ എംപിമാരും വളരെ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾക്കെല്ലാം കൃത്യമായ നിലപാടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം, ഞങ്ങൾക്ക് കോൺഗ്രസിനോട് മറ്റു പല കാര്യത്തിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഈ ആസന്നമായ പോരാട്ടത്തിൽ, ആ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് വളരെ പൊളിറ്റിക്കൽ ക്ലാരിറ്റിയുള്ള കൃത്യതയുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടിലാണ് ഞങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും ശ്രദ്ധിക്കുന്നത്, ബീഹാറിൽ നടക്കുന്ന യാത്രയുടെ ഭാഗമാകുന്നത്. ഇവിടെ എന്റെ സംശയം ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അജിംസ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, ഒരു പ്രവർത്തകൻ ഈ യാത്രയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരിൽ ഒരാൾ വിളിച്ചൊരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിന്മേൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും ഇന്ത്യയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ എംപിമാരുമെല്ലാം തുടർച്ചയായി പാർലമെന്റിനകത്തും പാർലമെന്റിന് പുറത്തും ഒന്ന് വാതുറക്കൂ, ഇതിനെക്കുറിച്ച് പ്രതികരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിശബ്ദതയായിരുന്നു. അവർ നിശബ്ദതയായിരുന്നു. അന്ന് നിശബ്ദത സ്വീകരിച്ചവർ ഇപ്പോഴിതാ തെരുവിൽ ഒരാളുടെ പ്രകടനം കണ്ടപ്പോൾ, ഒരാളുടെ മുദ്രാവാക്യം കേട്ട് പ്രകോപിതരായി വാതുറന്നിരിക്കുന്നു. എന്താണ് ഈ മോക്കറി? അപ്പോൾ വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ബീഹാർ എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പ് വളരെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഈ തിരഞ്ഞെടുപ്പ് ഭാവി ഇന്ത്യയുടെ ജനാധിപത്യ അവകാശങ്ങൾ വേണമോ വേണ്ടയോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ അവർ വീണ്ടും ശ്രമിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം പ്രതിഷേധ പ്രചരണ പരിപാടികളെ, ജനാധിപത്യ പരിപാടികളെ എല്ലാം തന്നെ കലക്കാനും കുളം കലക്കാനും അതിൽ മീൻ പിടിക്കാനും എല്ലാം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ല ജാഗ്രതയോടുകൂടി ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും സ്ഥായിയായി സ്ഥിരതയോടെ ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ശരി, ശ്രീ ലിജു, ഇവിടെ SIR എന്നത് ബീഹാറിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു മൂർത്തമായൊരു പ്രശ്നമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഈ യാത്രയിൽ പോലും ഉന്നയിക്കുന്നത് വരും ദിവസങ്ങളിൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ക്രമക്കേടുകൾ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകളുണ്ട് എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാടാണ്. നോക്കൂ, അങ്ങനെ ക്രമക്കേടുകൾ ആരോപിക്കപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, കർണാടക വരെയുണ്ട്. പക്ഷെ കേരളം പോലൊരു സംസ്ഥാനത്ത്, ഇപ്പോൾ തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നെങ്കിൽ, അതും ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധരായ, ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പോളിംഗ് ബൂത്തിലും ബൂത്ത് ഏജന്റുമാരുള്ള ഒരു സംസ്ഥാനത്ത്, അത്രയും രാഷ്ട്രീയ പൂരിതമായ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ക്രമക്കേട് നടന്നെങ്കിൽ ഈ വിഷയത്തെ അഖിലേന്ത്യാ തലത്തിൽ ഉയർത്താനുള്ള ഏറ്റവും മികച്ച സ്പെസിമെൻ തൃശ്ശൂർ തന്നെയല്ലേ? തൃശ്ശൂരല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഫോർ ഫ്രണ്ടിൽ വരേണ്ടത്? നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ വോട്ടർ പട്ടിക ക്രമക്കേട് എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. വോട്ടർ പട്ടിക ക്രമക്കേട് നടക്കുന്നത് ഇതൊരു ലൂപ്പ് ഹോള് കാരണമാണ്. തിരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ചില ലൂപ്പ് ഹോളുകളാണ് വോട്ടർ പട്ടിക ക്രമക്കേടിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ സമയത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ കരട് പട്ടികയ്ക്ക് ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് സാധാരണഗതി. പക്ഷെ അന്തിമ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചതിന് ശേഷവും നോമിനേഷൻ നൽകുന്നത് വരെയുള്ള ദിവസങ്ങളിൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ച് നോമിനേഷൻ ഡേറ്റ് കഴിഞ്ഞ് ഏറ്റവും ഒരു 14, 15 അല്ലെങ്കിൽ 17 ദിവസം കഴിയുമ്പോഴായിരിക്കും വോട്ടെടുപ്പ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷന് മുമ്പ് ഒരു അന്തിമമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കരടിന് ശേഷമുള്ള വോട്ടർ പട്ടിക വരുന്നു. പിന്നെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം, അതൊരു 16 ദിവസത്തിനകം അന്തിമ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ അവസാന ഘട്ടത്തിൽ ചേർക്കപ്പെടുന്ന വോട്ടർമാരുമായിട്ടുള്ള ലിസ്റ്റ് പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു 10 ദിവസം മുമ്പായിരിക്കും. എന്ന് പറഞ്ഞാൽ പ്രവർത്തകരെല്ലാവരും തന്നെ തിരഞ്ഞെടുപ്പിൽ എൻഗേജ്ഡ് ആകുന്ന സമയം, പ്രത്യേകിച്ച് നഗര വോട്ടർമാരാണ് എന്നുണ്ടെങ്കിൽ, നഗരത്തിൽ ആണെങ്കിൽ ഫ്ലാറ്റുകളിലൊക്കെ ഇങ്ങനെ ചേർക്കപ്പെടുന്ന ആളുകളെ വെരിഫൈ ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗം ഉണ്ടാവില്ല. നമ്മൾ പരാതി കൊടുത്താൽ പോലും സ്വീകരിക്കാൻ സമയമില്ലാത്ത, ടൈം ഗ്യാപ്പ് ഇല്ലാത്തൊരു അവസാനത്തെ ഒരു 10 ദിവസം. ഇതാണ് സാധാരണഗതിയിൽ വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ കൃത്രിമത്തിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂരിലെ വോട്ടർ പട്ടിക നോക്കിയാലും മനസ്സിലാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ അവസാനത്തെ ഒരു 10 ഡേയ്സ് ആണ് ഇവർ ഈ ലാസ്റ്റ് ഫേസിൽ നടക്കുന്ന ഈ വോട്ടേഴ്സ് എൻറോൾമെൻറ്റിലൂടെയാണ് ഇവർ പരമാവധി ആളുകളെ ഇങ്ങനെ ചേർക്കാനായി സാധിക്കുന്നത്. അതിനാണ് പരാതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. നമ്മളിതിനെ വെരിഫൈ ചെയ്യാനുള്ള ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് അവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒന്ന്, ഒരു ഡിജിറ്റലായി വോട്ടർ പട്ടിക കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത്തരം വോട്ടർ ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും.
രണ്ട്, 3-4 സ്ഥലത്ത് വോട്ടർ ചെയ്തേക്കുന്ന ആളുകളെ വെരിഫൈ ചെയ്യാൻ വേണ്ടി തെളിവോട് വെരിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെടാം. അപ്പോൾ 2 കാര്യങ്ങൾ ഏകദേശം നിർബന്ധമാണ്. ഒന്ന്, ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള ഒരു സ്ക്രൂട്ടണിക്കായിട്ടുള്ള ഡിജിറ്റൽ വോട്ടർ പട്ടിക. 2, CCTV ദൃശ്യങ്ങൾ. ഇത് 2 തരാതിരിക്കാനുമാണ് ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 2 തരില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇത്തരത്തിൽ തെളിവോടുകൂടി ഇത്തരം ഇരട്ടിപ്പുകൾ കണ്ടുപിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത്തരം കൃത്രിമങ്ങൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കാൻ. ഇവിടെ അജിംസ് ഉയർത്തിയൊരു ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് പോലും ചെയ്തിരിക്കുന്ന തൃശ്ശൂരിലെ ഇത്തരം കൃത്രിമം കൊണ്ടുവരേണ്ടതല്ലേ? തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതാണ്. എനിക്ക് മനസ്സിലാവുന്നതനുസരിച്ച് കോൺഗ്രസ് പാർട്ടി ഈ തൃശ്ശൂരിലെ നഗരത്തിലുമൊക്കെ ഇത്തരം ചേർത്തുകൊണ്ടിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റുകളെ സംബന്ധിക്കുന്ന വലിയ കാര്യമായൊരു പഠനം, അരിച്ചു പറക്കിയുള്ളൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലും കൃത്രിമ നമ്പറുകളിലും ചേർത്തിരിക്കുന്ന പേരുകളെ സംബന്ധിക്കുന്ന പട്ടിക തയ്യാറാകുന്നുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, മഹാദേവപുരയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അതൊരു തുടക്കമാണ്. ഡിജിറ്റൽ വോട്ടർ പട്ടികയില്ലാതെ, CCTV ദൃശ്യങ്ങളില്ലാതെ, മാനുവലായി 30 അടി പൊക്കത്തിലുള്ള വലിയ ഭാരമുള്ള അല്ലെങ്കിൽ നിരവധി പേപ്പറുകളുടെ ഒരു ലിസ്റ്റിനെ അരിച്ചു പെറുക്കി ഇത്തരം ഒരു ലിസ്റ്റ്, ഇത്തരം കൃത്യമായ 1 ലക്ഷത്തിൽ പരം വ്യാജ വോട്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത്തരം ഞങ്ങൾക്ക് സംശയമുള്ള നിരവധി ലോക്സഭാ മണ്ഡലങ്ങളിലെ ഇത്തരം വോട്ടർ പട്ടികകൾ പരിശോധനയിലാണ്. അതിൽ തൃശ്ശൂരും പെടും. തൃശ്ശൂരിലും അത്തരം ഒരു പഠനം നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കൊണ്ടുവന്ന് ഇന്ത്യയിലാകമാനം ഒരു അവബോധം സൃഷ്ടിക്കുവാനും, ഇത്തരത്തിൽ കൃത്രിമത്തിലൂടെ അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ്റിനെതിരെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്, ജനങ്ങളെ അണിനിരത്തിയും നിയമ പോരാട്ടത്തിലൂടെയുമൊക്കെ തന്നെ ആ വിജയത്തിനെ തന്നെ റിവേഴ്സ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ സാധ്യമാകുമോ എന്ന് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ബീഹാറിൽ തന്നെ ഉദാഹരണം എടുക്കുക. ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരുന്നു. SIRന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടത്തുന്ന ഈ എക്സസൈസ് എല്ലാം തിരിച്ചടിക്കുന്നു പോലെ തോന്നുന്നില്ലേ? അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒന്നും പറയാനില്ല. അതായത് ഇന്ത്യ സഖ്യം ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്ക് ഒരു മറുപടിയുമില്ല. തെറി വിളിക്കുമ്പോഴാണ് അതിന് അമിത്ഷാ മറുപടി പറയുന്നത്. അല്ലാതെ അവരുന്നയിക്കുന്ന ഒരു ആക്ഷേപങ്ങൾക്ക് മറുപടിയില്ല. എന്നിടത്ത് ഒരുതരം ഡിഫൻസിലായി പോവല്ലേ BJP ബീഹാറിൽ? ഷാബു ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ, കേൾക്കുന്നില്ല. സോറി. ഞാൻ അജിംസിന്റെ ചോദ്യത്തിലേക്ക് വരാം. 40 അതിനു മുമ്പ് ഞാൻ ലിജുവിന്റെ ആ ഒരു ചോദ്യത്തിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. ഒന്ന്, ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ എന്താണ്, നോക്കൂ അജിംസെ, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ ലിജുവിന് ഇപ്പൊ ഈ നിമിഷം ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലെയും ഏത് ബൂത്തിലെയും വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. ഇതല്ലാതെ ഈ ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ആർക്കും ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏതൊരു പൗരനും ചെക്ക് ചെയ്യാം, ഓൺലൈനിൽ ചെക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഏത് മണ്ഡലത്തിലെ ഏത് ബൂത്തിലെയും. ഷാബു, വോട്ടർ പട്ടികയുടെ ആപ്പ് വഴിയുള്ള പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എൻ്റെ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാമെന്നല്ലാതെ അതിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ പരിശോധിക്കും? അത് ഒരു കാര്യമുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനിയും കള്ളവോട്ട് ചേർത്തിട്ടുണ്ടോ, ഈ വോട്ടർമാർ ശരിക്കുള്ളതാണോ എന്നൊക്കെ അറിയാനാണ് ഈ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ ബൂത്ത് ലെവൽ ഏജൻസ് ഉള്ളത്. ഒരു ബൂത്തിൽ എത്ര വോട്ടുണ്ട് ജിംസെ? ഏറിയാൽ 1000. ആ 1000 പേരെയും നേരിട്ട് മുഖപരിചയമുള്ളവനായിരിക്കണം അവിടെ ഇരിക്കുന്ന ബൂത്ത് ഏജന്റ് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും. ഈ 1000 പേരെ വെരിഫൈ ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ ഒരു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനസമ്പർക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഏജന്റിനെ, ഒരു പ്രവർത്തകന് എത്ര സമയം വേണം? അവന് 7 ടൺ കടലാസും 9 അടി ഉയരമുള്ളത് ഒന്നും വേണ്ട. ആ ഒരു ബൂത്തിലെ മാത്രം നോക്കിയാൽ മതി. അത് ചെക്ക് ചെയ്യാൻ ആ സംവിധാനമുണ്ട്. ഇങ്ങനെ ഇതെല്ലാം ഉള്ളപ്പോൾ ഇവര് തൃശ്ശൂരിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, തൃശ്ശൂരിൽ സംഭവിച്ചതിനെ പറ്റി VS സുനിൽകുമാർ പറയുന്ന അന്നത്തെ CPI സ്ഥാനാർത്ഥി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് കരട് വോട്ടർ പട്ടിക ഇറങ്ങിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലുണ്ടായിരുന്ന പാകപ്പിഴയുള്ള ഒരു പരാതി കൊടുത്ത് തിരുത്തിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുമ്പോൾ ഇവർ അന്തം വിട്ടു പോവുകയാണ്. ഒരു ബൂത്തിൽ തന്നെ അവരറിയാത്ത വോട്ടർമാർ. ഉദാഹരണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും ആലത്തൂരിൽ നിന്നൊക്കെ ആളുകൾ വോട്ട് ചെയ്യും ഒറ്റ നിമിഷം. അപ്പോൾ ഇതിനെപ്പറ്റി കളക്ടറോട്, മുഖ്യ വരണാധികാരിയോട് പറഞ്ഞപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്തോളും,
എന്ന ഒറ്റ മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. ഒരു നടപടിക്കും തയ്യാറായില്ല. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം തെരഞ്ഞെടുപ്പ് നടന്നു, സുരേഷ് ഗോപി ജയിച്ചു. അപ്പം ആ വോട്ടർ പട്ടികയാണ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നത് ഇപ്പോൾ. ശരി 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 ഈ സംശയമുള്ള വോട്ടർമാർ, പരിചയമില്ലാത്ത വോട്ടർമാർ, ഇവർക്ക് കള്ളവോട്ടാണ് എന്ന് തോന്നുന്ന വോട്ടർമാർ ബൂത്തിലെത്തിയപ്പോൾ ഇവർ എത്ര പേരെ ചാലഞ്ച് ചെയ്തു? വോട്ട് ചാലഞ്ച് ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. അത് അംഗീകരിക്കപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഇവർ വോട്ട് ചാലഞ്ച് ചെയ്തോ? ചെയ്തിട്ടില്ല. വരണാധികാരിക്ക് വോട്ട് കൊടുത്തു, വരണാധികാരി ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 45 ദിവസത്തിനകം, 45 ദിവസം സമയമുണ്ട്. ആ 45 ദിവസത്തിനകം ഇവർക്ക് കോടതിയെ സമീപിക്കാമല്ലോ. 45 ദിവസം വരെ ഈ CCTV ഒരു ഫ്ലാറ്റിൽ ആ ഫ്ലാറ്റ് ഉടമ പോലും അറിയാതെ 10ഉം 35ഉം വോട്ട് ചേർത്തിട്ട് ആ എതിർ സ്ഥാനത്ത് ചാലഞ്ച് ചെയ്തില്ല എന്ന് പറയുന്നത് എന്ത് തരം രാഷ്ട്രീയ ധാർമ്മികതയാണ് ഷാബു? അല്ലല്ല, എനിക്ക് രാഷ്ട്രീയത്തിലെ ധാർമ്മികതയൊക്കെ വിടൻ രാജിംസെ. ആർക്കാ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ ധാർമ്മികതയൊക്കെ പറയാനുള്ള അവകാശമുള്ള? അത് വിട്. നമുക്ക് സൗകര്യപൂർവ്വം എടുത്തലക്കാനുള്ള ഒരു സാധനമല്ല ഈ ധാർമ്മികത എന്ന് പറയുന്ന സാധനം. ഞാനതല്ല ചോദിച്ചത്. ഇവർക്കുണ്ടായിരുന്ന അവസരങ്ങൾ ഇവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇവർ വോട്ട് ചാലഞ്ച് ചെയ്തിട്ടില്ല. ഈ മനുഷ്യൻ ഇവിടെ ഉള്ള ആളല്ല, ഇയാൾ ആലത്തൂരുള്ള ആളാണ്. ഇവിടെ വന്ന്, അല്ലെങ്കിൽ ആലത്തൂരിൽ ഇവിടെ ഇന്നലെ വരെ ഇവിടെ കണ്ടിട്ടില്ലാത്ത ആളാണ്, ഇത് കള്ളവോട്ടാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ചാലഞ്ച് ചെയ്യാം. പക്ഷെ ഇവിടെ എന്റെ ബൂത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടന്നു എന്ന് അവസാനം എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണല്ലോ ഈ പോളിംഗ് പ്രോസസ്സ് തീരുന്നത്. ഇതൊന്നും അല്ല എന്റെ കാര്യം. ആദ്യം എന്റെ ലിജു എല്ലാവരോടും പറയാനുള്ള ഒരു ഇതേ ഉള്ളൂ. ആദ്യം നിങ്ങളുടെ തോൽവി നിങ്ങൾ അംഗീകരിക്കുക. തെരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയും ഉണ്ടാകും. ആ തോൽവി അംഗീകരിച്ചിട്ട്, അല്ലാതെ ഞാൻ തോറ്റു കഴിഞ്ഞിട്ട് മറ്റവൻ കോപ്പി അടിച്ചാണ് ജയിച്ചത്, എന്നെ തോപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി സത്യത്തിൽ അവരുടെ പാർട്ടിയോടും അവരുടെ പ്രവർത്തകരെയും ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ആ തോൽവിയുടെ കാരണങ്ങൾ അന്വേഷിക്കൂ, നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തൂ, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലൂ, അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട ജനപിന്തുണ വീണ്ടെടുക്കൂ എന്ന് പറയുന്നതിന് പകരം നമ്മൾ തോറ്റിട്ടില്ല, നമ്മളെ തോപ്പിച്ചതാണ്, അപ്പിടിയാണ് ഇപ്പിടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലിജുവിനെ പോലെയുള്ള ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവർത്തകരെ അടക്കം, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം, ഈ സാറിന് അവരെയാണ് ഈ രാഹുൽ ഗാന്ധി ചതിച്ചുകൊണ്ടിരിക്കുന്നത്, പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തും ഈ പാർട്ടി ഗതിപിടിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത്. ഏറ്റവും അവസാനം. പിന്നെ ബീഹാറിലെ കാര്യം, ഒറ്റ കാര്യം കൂടെ. ബീഹാറിൽ BJP ഭയപ്പെടുന്നോ, അങ്ങനെ ചെയ്യുന്നോ എന്നൊക്കെ ഒരു കാര്യമുണ്ട്. ഒരു വലിയ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി കാണുന്നത്. എതിരാളിയുടെ ഓരോ നീക്കവും അതിനനുസരിച്ച് തന്ത്രങ്ങൾ മറിഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഗൗരവത്തിൽ കാണുന്നതിനെ ഭയമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. തീർച്ചയായിട്ടും കൺസേൺ ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിനെ അതുണ്ടാകണം. അങ്ങനെ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടത്. അല്ലാതെ ഞങ്ങൾ അങ്ങ് ജയിച്ചോളും, അല്ലാതെ മറ്റവർ നമ്മളെ പറ്റിച്ചിട്ടാണ്, അല്ലെങ്കിൽ EVM ഹാക്ക് ചെയ്തിട്ടാണ്. ഇനി ഒറ്റ കാര്യം കൂടി. ഇപ്പൊ ഇവിടെ രണ്ടുപേരും പറഞ്ഞു ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഒരു വലിയ ജനവിധിയാണ്, അവിടെ ഞങ്ങൾ വൻ ജയിക്കും. നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാം. അവിടെയും മഹാരാഷ്ട്രയിൽ പറ്റിച്ച പോലെ പറ്റിച്ചു, ഹരിയാനയിൽ പറ്റിച്ച പോലെ പറ്റിച്ചു, അവിടെയും വോട്ട് അട്ടിമറി നടത്തി. ഇതൊക്കെ പറയാനുള്ള ഒരു ഗ്രൗണ്ട് നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കിയിടുകയാണ് ചെയ്യുന്നത്, ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ. അതായത് തോറ്റു കഴിഞ്ഞാൽ പറയാനുള്ള ഒരു കാരണം ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തോൽക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശരി, ശ്രീ റഹീം, ഇവിടെ ഷാബു ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട്. ഡൽഹി 7 സീറ്റും BJP ജയിച്ച ഒരു സംസ്ഥാനമാണ്. ഈ 7 സീറ്റിലും കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ബൂത്ത് ഏജന്റുമാർ ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. അതായത് BJP ജയിച്ച ഒട്ടുമിക്ക ബൂത്തുകൾ നോക്കുമ്പോൾ ബൂത്ത് ഏജന്റുമാരേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ താഴെത്തട്ടിൽ ഈ വോട്ടർ പട്ടിക പരിശോധിക്കാനും അതിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടാനും അത് തിരുത്താനും പ്രവർത്തകരില്ലാത്ത പാർട്ടികൾ വോട്ടിൽ നിന്ന് തോക്കുമെന്ന് കാണുമ്പോൾ ഒരു മുഴം മുമ്പേ എറിയുന്നതാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കുകയാണ് ഷാബു ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ എക്സാമ്പിൾ തന്നെ എടുത്താൽ, തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാർട്ടി CPM ആണ്. ഇപ്പോൾ CPIയുടെ സ്ഥാനത്ത് മത്സരിക്കുമ്പോഴും CPM-നായിരിക്കും ഒരുപക്ഷെ ബൂത്ത് ഏജന്റുമാരുണ്ടാവുക, താഴെത്തട്ടിൽ പ്രവർത്തകരുണ്ടാവുക. തൃശ്ശൂരിൽ ഇങ്ങനെ സംഭവിച്ചു, നിങ്ങളുടെ വോട്ട് തട്ടിയെടുത്തെന്നാണ് നിങ്ങളുടെ ആരോപണം എങ്കിൽ എവിടെയാണ് പിഴവ്?
അല്ല, അതിനകത്ത് ഒരു വസ്തുതാപരമായ വിഷയമുണ്ട്. നേരത്തെ അത് പറഞ്ഞപ്പോഴും CPIയുടെ സ്ഥാനാർത്ഥിയല്ല, LDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഇനി പ്രവർത്തകരെന്ന് പറയുന്നത് CPMനാണോ CPIക്കാണോ കൂടുതൽ ആളുകൾ എന്നുള്ളതല്ല. അത് എവിടെയായാലും അത് CPMന് ചിലപ്പോൾ ആൾ കുറവുള്ള സ്ഥലത്താണെങ്കിൽ കേരള കോൺഗ്രസ് ആയിരിക്കും. LDF ഒറ്റക്കെട്ടാണ്. അത് ഒരാളുള്ള പാർട്ടിയാണെങ്കിലും ആരായാലും LDF ആണ്. അപ്പം ഞങ്ങൾ LDF എന്നുള്ള നിലയിലാണ് ഇലക്ഷൻ മിഷനറി ചലിക്കുന്നത്. അതാണ് ഞാൻ വസ്തുതപരമായ പിശക് സന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ പ്രസക്തമല്ല അധികം. ഞാൻ പറഞ്ഞത് ഇവിടെ യഥാർത്ഥത്തിൽ ഷാബു രണ്ട് കാര്യങ്ങളും പറയാനുണ്ട്. ദയവായി സമയം തരണം. ഒന്ന്, ഷാബു പറഞ്ഞൊരു കാര്യം, ഈ ഇലക്ഷൻ അവിടെ ഇന്നേജന്റാണല്ലോ ഉണ്ടാവുക, ഇന്നേജന്റ് ചലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഭാഗം. ഇതിൻ്റെ ഡിഫിക്കൽട്ട് എങ്ങനെയാണ് ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ശ്രീ ലിജു പറഞ്ഞു. ഞാനത് ആവർത്തിക്കുന്നില്ല. ഫൈനൽ വോട്ടർ പട്ടികയിൽ തന്നെയാണ് മീഡിയ വണ്ണ് തന്നെ നടത്തിയ, അന്ന് വളരെ കാര്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടൊരു ചാനലാണ് മീഡിയ വൺ. ആ മീഡിയ വണ്ണിനെ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച് വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ലിജു പറഞ്ഞ ആ ഭാഗം അതുകൊണ്ട് തന്നെ ഞാനത് പിന്നീട് ആവർത്തിക്കുന്നില്ല. അന്തിമ വോട്ടർ പട്ടികയിലേക്ക് വന്നപ്പോൾ എങ്ങനെയുള്ള മാനിപ്പുലേഷനാണ് വന്നത്, അതിന്റെ പിന്നിൽ ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച കുറേ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുമായുള്ള ഒരു ബൈറ്റ് തന്നെ. ഞാനതിലേക്ക് പഴയ കാര്യത്തിലേക്ക് പോകുന്നില്ല. വരുന്നൊരു പ്രശ്നം ഇന്നേജന്റ് എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളതാണ്. ഇന്നേജന്റ് ചോദ്യം ചെയ്യുമ്പോൾ അതിൽ വിധി കൽപ്പിക്കേണ്ടവരാണ് പ്രിസൈഡിംഗ് ഓഫീസറാണ്. പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതല എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിലുള്ള വോട്ടർ അയാളുടെ കൈവശം ആധികാരികമായ നിഷ്കർഷിക്കുന്ന ID പ്രൂഫുമായി വന്നാൽ അയാൾ വോട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ വന്നിരിക്കുന്നതാണ് തിരുവനന്തപുരത്തുള്ളവരെ കൂട്ടത്തോടുകൂടി, അത് കൊല്ലത്തുള്ളവരെ, ശ്രീ സുരേഷ് ഗോപിയുടെ ബന്ധുക്കളെ, സുരേഷ് ഗോപിയുടെ അടുപ്പക്കാരെ, BJPയുടെ RSSന്റെ കേഡർമാരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ കൊണ്ടുപോയി വോട്ടർ പട്ടികയിൽ അവിടെ സ്ഥിരതാമസക്കാരായി വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു. എപ്പോഴാണ്? അന്തിമ പട്ടികയുടെ ഭാഗമാക്കി ഇവരെയെല്ലാം മാറ്റുന്നു. അത് ആസൂത്രിതമായി മാറ്റി അവർ വേണ്ടത്ര രേഖകളുമായി വരുമ്പോൾ അവർ വോട്ട് ചെയ്തിരിക്കും. എന്നിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾ വേണമെങ്കിൽ സ്ഥാനാർത്ഥി ജയിച്ച സുരേഷ് ഗോപി തന്നെ പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ മന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് കോടതി പൊയ്ക്കോട്ടെ എന്നാണ്. എനിക്കെതിരെ ചിലർ ഇവിടെ കാര്യങ്ങൾ ഉന്നയിച്ചല്ലോ, അവരെല്ലാം വേണമെങ്കിൽ കോടതി പൊയ്ക്കോട്ടെ, ഇതാണ് കേസ് കൊടുക്കണം പിള്ളേച്ച എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ നാട്ടിലിറങ്ങി മനുഷ്യരോടൊക്കെ പറയുന്നത്, ഈ എല്ലാ ജനാധിപത്യ വിരുദ്ധതയും കാണിച്ചിട്ട്. എനിക്ക് തിരിച്ച് അപ്പോൾ എന്നിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ ഒരു മുഴം മുന്നേ എറിയുകയാണ്. ബീഹാറിൽ നിങ്ങൾ തോക്കാൻ പോവാണ്, തോക്കുമ്പോഴും ഇതൊക്കെ തന്നെ പറയണം. അപ്പോൾ തോക്കുമ്പോഴുള്ള ന്യായീകരണം ഇപ്പോഴേ മുഴം മുന്നേ എറിയുന്നതാണ്. ഒരു മുഴം മുന്നേ എറിയുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ 2014 മുതൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു സംസ്കാരമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. പല സംസ്ഥാനങ്ങളിലും അതൊരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. അത് ഓപ്പറേഷൻ ലോട്ടസിലൂടെയും കേന്ദ്ര ഏജൻസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പല സ്റ്റേറ്റുകളിലും അവർ അധികാരം അട്ടിമറിക്കുകയും ചെയ്തു. 2014 മുതൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് അവരുടെ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ, വികസന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചെടുത്തു എന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ അധികാരത്തിൽ തുടരാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്തുന്നത്? അപ്പോൾ ഒരു മുഴം മുന്നേറിയുന്നത് പ്രതിപക്ഷമാണോ നിങ്ങളാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണത്തിൽ വിശ്വാസ്യതയില്ല. അനുദിനം നരേന്ദ്രമോദിയുടെയും നിങ്ങൾ നോക്കൂ ഗവൺമെന്റിന്റെയും ജനസ്വീകാര്യത കുറഞ്ഞു വരുന്നു. അതിൽ കർഷക സമരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കുന്നതിൽ രാജ്യത്ത് നടക്കുന്ന തൊഴിലാളി പണിമുടക്കങ്ങളിൽ ഈ സാമ്പത്തിക നയത്തിനെതിരെ ജീവിത ചെലവ് അനുദിനം ഉയർന്നു വരികയാണ്. വർഗീയ കലാപങ്ങൾ, രാജ്യത്തുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, ഒട്ടേറെ ഘടകങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നോക്കൂ. ഇന്ത്യയിലെ മുഴുവൻ മീഡിയയെ മുഴുവൻ നിങ്ങൾ കൂടെ അണിനിരത്തുന്നു, സോക്കോൾഡ് നാഷണൽ മീഡിയകളെയെല്ലാം നിങ്ങൾ ചിലത് സ്വന്തമാക്കുന്നു നിങ്ങളുടെ അടുപ്പക്കാരെ കൊണ്ട്. അങ്ങനെയെല്ലാം നിങ്ങൾ നടത്തിയിട്ടും നിങ്ങൾക്ക് അങ്ങനെ പ്രൊപ്പഗാൻഡ മിഷനറി കൂടുതലും നിങ്ങളുടെ കയ്യിലിരുന്നിട്ടും 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങളിൽ വിശ്വാസ്യതയില്ല. എങ്ങനെയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യോ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്തുക. ഒരു ആത്മവിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടർ പട്ടികയിൽ മാനിപ്പുലേഷൻ നടത്തേണ്ട കാര്യമില്ലല്ലോ. SIR പോലൊരു വലിയ ഡ്രൈവ് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. SIR പോലെ സുപ്രീം കോടതി പോലും വിമർശിച്ചു. ഞാൻ ഷാബുവിനോട് ഒരു കാര്യം മാത്രം പറയുന്നു, ഈ കേസ് കൊടുക്കണം പിള്ളേച്ച കോടതി വേണമെങ്കിൽ പൊയ്ക്കോ എന്നെല്ലാം വെല്ലുവിളിക്കുന്നവരോട് ചോദിക്കുന്നത്, SIR വിഷയത്തിൽ സുപ്രീം കോടതി മനോഹരമായി ഇടപെട്ടല്ലോ. അതിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പൊ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട കുറെ മനുഷ്യ വോട്ടവകാശം തിരിച്ചു കിട്ടിയത്. ഞാൻ പറഞ്ഞത് ആ സുപ്രീം കോടതി പോലും നിശ്ചിതമായ വിമർശനത്തിനും തിരുത്തലുകൾക്കും വിധേയമാക്കേണ്ടി വന്ന ഈ നീക്കങ്ങൾ, ഈ മാൽപ്രാക്ടീസ് എന്തിനു ചെയ്യുന്നു? പഠിക്കാത്ത കുട്ടിയാണല്ലോ ക്ലാസ് റൂമിൽ തുണ്ടുമായി പോകുന്നത്. അല്ലാതെ പഠിച്ച് പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ കോപ്പി അടിക്കാൻ വേണ്ടി തയ്യാറെടുപ്പോടെ പോവില്ലല്ലോ. അപ്പോൾ ഫ്ലോർ ടെസ്റ്റിൽ പരാജയപ്പെടും, ജനങ്ങളുടെ സഭയിൽ ഞങ്ങൾ പരാജയപ്പെടും എന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്
നിങ്ങൾ ആലോചിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങളിൽ വിശ്വാസ്യതയില്ല, ജനങ്ങൾ തങ്ങളെ വിജയിപ്പിക്കുമെന്ന് വിശ്വാസമില്ല. അതുകൊണ്ട് മാൾ പ്രാക്ടീസിന് ഒരു മുന്നേറിയുന്നത് നിങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ അജിം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഏതെങ്കിലും ഒരു സിംഗിൾ വിൻഡോയിലൂടെ ഇല്ലെങ്കിൽ ഒരൊറ്റ മൂലിയിലൂടെ ഇതൊന്നും പരിഹരിക്കാനാകും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതിശക്തമായ ജനകീയ ക്യാമ്പയിനുകളിലൂടെ, ജനകീയ പ്രക്ഷോഭങ്ങളിലൂടെ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അതിന് ജനങ്ങളെയാകെ അണിനിരത്തണം, അതിന് ജനാധിപത്യ ശക്തികളാകെ വരണം, എല്ലാ ഫ്ലോറുകളും ഉപയോഗിക്കണം. ഈ ഫ്ലോറിൽ ഞാൻ ശ്രമിക്കുന്നതിനാണ്, പാർലമെന്റിനുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്നതിനാണ്, പാർലമെന്റ് പുറത്ത് തെരുവിൽ ഞങ്ങൾ ECIയിലേക്ക് മാർച്ച് നടത്തി ഞങ്ങൾ ശ്രമിച്ചത് അതാണ്. രാജ്യത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ബീഹാറിൽ ശ്രമിക്കുന്നതിനാണ്. ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ചോദ്യമാണ്, ഇന്ത്യ മുഴുവൻ ഈ ഒരു വോട്ട് ചോരി ക്യാമ്പയിൻ തുടരേണ്ടി വരുമോ, അങ്ങനെ തുടർന്നാൽ അത് ഫലപ്രാപ്തിയിലെത്തുമോ എന്നുള്ളതാണ്. ഞാൻ ശ്രീ ലിജു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഈ വോട്ട് ചോരി സംബന്ധിച്ച ആരോപണങ്ങൾ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിട്ടും ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് മഹാദേവപുരയിലെ സ്പെസിമെൻ, കേസൊന്നുമില്ല. ഇപ്പോൾ വ്യാജ വോട്ടുകൾ ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന് വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കണം, തട്ടിപ്പ് നടത്തണം. അപ്പോൾ ഫോർജറി അങ്ങനെയുള്ള കുറ്റങ്ങൾക്കൊക്കെ FIR ഇടാം. ഒരു കേസ് ഒരിടത്തുമില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ TN പ്രതാപൻ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു FIR ഇട്ടാൽ മാത്രമല്ല ഇതിനൊരു നിയമപരമായ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഹലോ, എന്നോടാണോ? അതെ ലിജു, അതെ. ഞാൻ അതിന് മറുപടി പറയാം. എനിക്ക് ഒന്ന് നേരത്തെ ഞാൻ ചില കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ശ്രീ ഷാബു പ്രസാദ് അത് കേൾക്കാതെയാണ് മറുപടി പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെന്നല്ല എന്നുണ്ടെങ്കിൽ കേട്ടില്ല എന്ന് നടിച്ചതാകാം. അതായത് ഇവർ വോട്ട് കൃത്രിമത്തിന് ഉപയോഗിക്കുന്ന ലൂപ്പ് ഹോൾ നോമിനേഷൻ കൊടുക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം നോമിനേഷൻ കൊടുക്കുന്നത് വരെ വോട്ട് ചേർക്കാം എന്നുള്ള സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോമിനേഷന് ശേഷം തിരഞ്ഞെടുപ്പിലേക്ക് കേവലം 10-16 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അതിനും ഒരു 6 ദിവസം, ഞാൻ അവസാന വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചാൽ പിന്നെ ഒരു 10 ദിവസം മാത്രമാണ് ഒരു തിരഞ്ഞെടുപ്പ് ദിനം വരെ ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഒരു പരാതിയും കൊടുക്കാൻ പറ്റാത്ത, പരാതി കൊടുത്താൽ പോലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് BJPക്കാർ ഇത്തരം കൃത്രിമങ്ങൾ നടത്തുന്നത് എന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും BJP വക്താക്കൾ ചർച്ചയിൽ പറയും 45 ദിവസം പരാതി കൊടുക്കേണ്ടത്. ഏത് 45 ദിവസം? 45 ദിവസം ഒന്ന് പ്രൂവ് ചെയ്യാമോ? അത് ഇലക്ഷൻ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് അടുത്ത പരാതി കൊടുക്കാനുള്ളതാണ് ഈ 45 ദിവസം. നിങ്ങൾ അതിനെയല്ല ഉപയോഗപ്പെടുത്തുന്നത്. നിങ്ങൾ നോമിനേഷൻ ദിവസം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാമെന്ന അവസാന സാധ്യത ഉപയോഗിച്ച് കരട് വോട്ടർ പട്ടികയിൽ ഒരിക്കലും ഇല്ലാത്ത ആളുകളെ കൂട്ടിച്ചേർത്തും കരട് വോട്ടർ പട്ടികയിലുള്ള ആളുകളെ ഡിലീറ്റ് ചെയ്തും അവസാന ഘട്ടത്തിൽ കൃത്രിമം നടത്താനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതിനെ നിങ്ങൾ ഒരിക്കലും മറുപടി പോലും പറയുന്നില്ല. അതാണ് രാഹുൽ ഗാന്ധി കൃത്യമായി എടുത്തു കാട്ടിയത്. ഇവിടെ മഹാദേവപുര ഉൾപ്പെടെയുള്ളിടത്ത് ഞങ്ങളത് നേരത്തെ ഡിജിറ്റൽ വോട്ടർ പട്ടികയുടെ കാര്യം പറഞ്ഞു. ഡിജിറ്റൽ വോട്ടർ പട്ടിക എന്നത് എങ്ങനെയുള്ള ഡിജിറ്റൽ വോട്ടർ പട്ടികയാണ് വേണ്ടത്? കേവലം പേര് തെളിയുന്നതല്ല. നമുക്കൊരു ഫിസിക്കൽ ഫോമിൽ ലഭിക്കുന്നത് പോലെ ഡിജിറ്റലായി ഫോട്ടോയും മറ്റെല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു വോട്ടർ പട്ടികയുടെ ഫോർമാറ്റിൽ തന്നെയുള്ള ഡിജിറ്റൽ വോട്ടർ പട്ടിക ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കൃത്രിമം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ഇലക്ഷൻ കമ്മീഷൻ ഡിലേ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് തെറ്റിദ്ധാരണ പരത്തരുത്. ശ്രീ ഷാബു പ്രസാദ്, നിങ്ങൾ ഈ പറയുന്നതല്ല ഡിജിറ്റൽ വോട്ടർ പട്ടിക. ഫിസിക്കൽ ഫോമായി ലഭിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ലഭിക്കുന്ന വോട്ടർ പട്ടികയാണ് ഡിജിറ്റലായി ലഭിക്കേണ്ടത്. അത് നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, കൊടുക്കാൻ പറ്റുന്നില്ലെന്നാണ്. എന്നിട്ട് നിങ്ങളിവിടെ എന്ന് പറഞ്ഞത് കിട്ടുമെന്ന് പറയുന്നു. ഇത് ആരെയാണ് ഇത് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് തെറ്റായ വാദഗതിയിൽ ഉയർത്തിയതിനെ ഞാൻ എതിർക്കുന്നു. അതല്ല ഇവിടെ ഉയർന്നു വന്ന കാര്യങ്ങൾ. ശരിയാണ്, കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രം. ഇപ്പോൾ കർണാടകത്തിൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസുകൾ രജിസ്റ്റർ ചെയ്ത് അതിന് കൂട്ടുനിന്ന ആളുകൾ, DLA-മാരുൾപ്പെടെ, ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ, ഇലക്ഷൻ കമ്മീഷൻ്റെ ആളുകൾ ഉൾപ്പെടെ, ഇത്തരം കൃത്രിമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകളെ ഉൾപ്പെടെ പ്രതി ചേർത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ശുദ്ധീകരണ പ്രോസസ്സാണ് നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വോട്ടവകാശം എന്നത് തലമുറകൾ യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ സമരം നടത്തി നേടിയെടുത്ത ഒന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഒരു ആവശ്യമായിരുന്നു യൂണിവേഴ്സൽ സഫറേജ്, എല്ലാവർക്കും വോട്ടവകാശമുള്ള കാര്യം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ച ഉയർന്നു വന്നിട്ടുണ്ട്.
അപ്പോൾ ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരത്തിലൂടെ നേടിയെടുത്ത വോട്ടവകാശം, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വോട്ടവകാശത്തെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കവർന്നെടുത്തുകൊണ്ട്, ഇപ്പം തന്നെ ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി കണ്ടില്ലേ, സുപ്രീം കോടതി ജസ്റ്റിസ് BV നാഗരത്നം എതിർത്തിട്ടുണ്ട്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ജഡ്ജായിരുന്ന ആളെ മറ്റൊരിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചീഫ് ജസ്റ്റിസ് ആക്കി, അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആക്കി, ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാമെന്ന് വരുത്തി അവിടെ നിന്നും സുപ്രീം കോടതി ജഡ്ജാക്കി ഭാവിയിൽ ചീഫ് ജസ്റ്റിസ് ആക്കാനുള്ള മൂവ്മെൻറ്റ് വരെ നടക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. BJP വക്താവായിരുന്ന ആരതി സാത്തെ മഹാരാഷ്ട്രയിലെ ഹൈക്കോടതി ജഡ്ജാവുന്നു സമീപകാലത്ത്. അപ്പോൾ ഇന്ത്യൻ ജസ്റ്റിസ് നാഗരത്നെ പോലുള്ള ആളുകൾ ഇന്നത്തെ ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ നിയമനത്തെ സംബന്ധിച്ചുള്ള രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ വലിയ ഇന്ദിരാ ജയസിംഗിനെ പോലുള്ള പ്രമുഖരായ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സുപ്രീം കോടതി പോലും ജഡ്ജിമാരെ തിരക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ നിയന്ത്രണത്തിലാക്കി, ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രണത്തിലാക്കി, വോട്ടർ പട്ടികയുടെ സുതാര്യത ഇല്ലാതെയാക്കി, വോട്ടർ പട്ടികയിൽ കൃത്രിമുണ്ടാക്കി നാടിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അവകാശ സംരക്ഷണ യാത്ര ബീഹാറിൽ നടക്കുന്നത്. ജനലക്ഷങ്ങളെ അണിനിരത്തുന്ന ഈ ഒരു യാത്ര സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നമാണ് ഭൂതാവേശിതരായി കൃത്രിമ തെളിവുകൾ ആരണ്ടൊക്കെ വഴി കിടന്ന് ആരെയോ അസഭ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ PCC ഓഫീസ് വരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ഗുണ്ടായുസത്തിലേക്ക് സംഘപരിവാർ മാറിയതിൻ്റെ കാരണം ഇവർ ആശങ്കാകുലരാണ്, ഇവർ ഭയപ്പാടിലാണ് എന്നുള്ളത് തന്നെയാണ്. അതാണ് വിഷയം. ശരി, ഷാവു പ്രസാദ്, ഇപ്പോൾ നോക്കൂ, സുപ്രീം കോടതി കാര്യത്തിൽ ഇടപെട്ടിട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് തിരുത്തിച്ചിട്ടുണ്ട്. ഒന്ന്, ആധാർ ഉൾപ്പെടെയുള്ള രേഖകളുടെ സാങ്കത്യം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ. മറ്റൊന്ന്, ഡിലീറ്റ് ചെയ്ത മുഴുവൻ പേരുടെയും പട്ടിക പ്രസിദ്ധീകരിക്കണം. 56 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പ്രസിദ്ധീകരിച്ചു, 56 മണിക്കൂറിനുള്ളിൽ. അപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച കുറേയധികം കാര്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ വഴങ്ങേണ്ടി വന്നു, കോടതി ഇടപെട്ടിട്ടാണെങ്കിലും. ഇവിടെ നോക്കുക, ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴൊക്കെ സ്ട്രോങ് ആകുന്നു, അതായത് സുതാര്യവും നിഷ്പക്ഷവുമാകുന്നു, അപ്പോഴൊക്കെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പാർട്ടിയിൽ കമ്മീഷനെതിരാവാറാണ് പതിവ്. കമ്മീഷൻ അമിതാധികാരം കാണിക്കുന്നു, കമ്മീഷൻ സ്വേച്ഛാധിപതിപരമായി പെരുമാറുന്നു. ശേഷൻ്റെയൊക്കെ ഉദാഹരണം നമുക്കറിയാം. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു പരാതിയും BJPക്കില്ല, പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാണ്. ഒന്നുകിൽ അതിനർത്ഥം എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ നന്നായി പ്രവർത്തിക്കുന്നു എന്നാണോ, അതല്ല വളരെ മോശമായി പ്രവർത്തിക്കുന്നു എന്നാണോ? BJP അങ്ങനെ ആയിരുന്നില്ല മുമ്പ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയട്ടെ, ഇവിടെ കോഴിക്കോട് എൻ്റെ ബൂത്തിലെ, കോഴിക്കോട് ചേവരമ്പലം പ്രസന്റേഷൻ സ്കൂളിലുള്ള ചേവായൂർ പ്രസന്റേഷൻ സ്കൂളിലെ എൻ്റെ ബൂത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റാണ് ഞാൻ ഇപ്പൊ എടുത്ത സാധനമാണ്. ഇപ്പൊ എൻ്റെ പേരുണ്ട്, 224-ാമതായിട്ട് എൻ്റെ പേരും അതിൻ്റെ അകത്തുണ്ട്. ഇത്രമാത്രം 226-ാമതായിട്ട് എൻ്റെ പേരുണ്ട്, എൻ്റെ അച്ഛൻ്റെ പേര്, എൻ്റെ വീട്ടുപേര്, എൻ്റെ അഡ്രസ്സ്, എൻ്റെ ഇലക്ഷൻ ID കാർഡിൻ്റെ നമ്പർ വരെ ഉണ്ട്. ഇത്രമാത്രം, ഇതിൽ കൂടുതൽ എന്ത് സുതാര്യതയാണ് അജിംസെ വേണ്ടത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ലാതെ. പിന്നെ മറ്റൊന്ന്, ജിംസ് പറഞ്ഞതല്ലേ, BJPക്ക് ഇലക്ഷൻ കമ്മീഷനോട് എതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാതി. BJP എന്തെങ്കിലും ഇലക്ഷൻ കമ്മീഷനെതിരെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? BJPയെ പോലെ തോറ്റു വന്ന ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഉണ്ടോ? തോറ്റു വളർന്ന, തോറ്റ് ജയിച്ച ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഉണ്ടോ? വാജ്പേയി അടക്കം തോറ്റുപോയാൽ 1984 ഇലക്ഷനിൽ BJPക്ക് കിട്ടിയത് 2 സീറ്റാണ്. ആ കാലത്തും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായ ഇലക്ഷൻ കമ്മീഷനെതിരെ, ഇലക്ഷൻ കമ്മീഷൻ മോശമാണ്, ഇലക്ഷൻ കമ്മീഷനെ രാജീവ് ഗാന്ധിയും കോൺഗ്രസോടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, ഇമാതിരി പരാതി, ഇമാതിരി വൃത്തികെട്ട പ്രചാരണം കൊണ്ട് BJP വന്നിട്ടില്ല. 1989 രാജീവ് ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ 3-അംഗ കമ്മീഷനാക്കിയപ്പോൾ അന്ന് BJP എതിർത്തിട്ടുണ്ട്. എന്തിനാണ് അതെന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അത് സർക്കാരിനോട് ചോദിക്കുന്നത്. ഞാനതല്ല പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരിക്കലും അപമാനിച്ചിട്ടില്ല BJP, ഒരിക്കലും. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. JM ലിങ്ഡോ എന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരുന്നു, JM ലിങ്ഡോ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വിളിച്ചു പറഞ്ഞ ആളുടെ പേരാണ് നരേന്ദ്രമോദി. നമുക്കാർക്കും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇനി പറയുന്നു, അല്ല അതിനെന്താ പറയുന്നത്, എന്താ കുഴപ്പമെന്താ? അതുകൊട്ടെ, ഞാനതല്ല പറഞ്ഞത്. TN ശേഷൻ വിരമിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് LK അദ്വാനിക്കെതിരെ മത്സരിച്ചത്. MS ഗില്ല് വിരമിച്ചതിന് ശേഷം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന MS ഗില്ല് വിരമിച്ചതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് രാജ്യസഭാംഗമായി, ഈ നാട്ടിലെ മന്ത്രിയായി, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയും കൂടെ നടത്തി.
CWC, കോമൺവെൽത്ത് അഴിമതി. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ചരിത്രം. അപ്പോഴാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഇലക്ഷൻ കമ്മീഷൻ മോശമാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഈ രീതിയിൽ ഇങ്ങനെ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ആസൂത്രിതമായി അപമാനിക്കുകയും ഇത് ചെയ്തിട്ടില്ല. BJP പ്രതിപക്ഷത്തിരുന്ന കാലത്തും ചെയ്തിട്ടില്ല. അതിന് പകരം തോൽവിയെ അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ തോറ്റു, എന്തുകൊണ്ട് ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചില്ല എന്ന വിലയിരുത്തൽ നടത്തി, വേണ്ട തിരുത്തലുകൾ നടത്തി, വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അംഗീകാരം നേടിയാണ് BJP വന്നത്. എന്നാൽ കോൺഗ്രസ് ചെയ്യുന്നതല്ല. അതാ പറഞ്ഞത്. ശരി, ശ്രീ എ റഹീം, അവസാനമായി ഷാബുവിടെ ഉന്നയിക്കുന്ന ചോദ്യം, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ഇരുട്ടിൽ നിർത്തി, സംശയമുനയിൽ നിർത്തി കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾ ചെയ്യുന്നൊരു കാര്യം. മറുവശത്ത് BJP ഒരിക്കലും കമ്മീഷനെ വിമർശിക്കാൻ പോയിട്ടില്ല. തോറ്റാൽ തോൽവി അംഗീകരിക്കുക എന്നുള്ളതാണ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തെക്കുറിച്ചുള്ള സംശയം ജനങ്ങളിൽ ഉണർന്നു, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി ഉയർത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ തന്നെ അപകടത്തിലാക്കുന്ന ഒന്നാണെന്നാണ് ഷാബു ചൂണ്ടിക്കാട്ടുന്നത്. സംശയത്തിലാഴ്ത്തുന്നത് ആരാണ്? അത് കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവരെ പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, TN ശേഷം പിന്നീട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ, അത് ജുഡീഷ്യറി ആയിരിക്കാം, വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കാം, ജീവിക്കുന്ന മനുഷ്യർക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകില്ലേ? രാഷ്ട്രീയമായ താല്പര്യങ്ങൾ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ എന്താണ് നമ്മളുടെ പ്രതിജ്ഞ, സത്യപ്രതിജ്ഞ എന്താണ്? നമ്മൾ അവിടേക്ക് എത്തിച്ചേരുമ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തിലേക്ക് ഇനി BJP അനുഭാവിയായ ഒരാൾ എത്തിച്ചേർന്നു എന്നിരിക്കട്ടെ, അയാൾ BJP ലീനിയൻസ് ഉള്ള ആളാണ്, അയാൾ എത്തിച്ചേർന്നു എന്നിരിക്കട്ടെ, എന്താ അയാളുടെ തികച്ചും നിഷ്പക്ഷമായി അദ്ദേഹത്തിന്റെ സേവന കാലയളവിൽ അദ്ദേഹം നിഷ്പക്ഷമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ആ ഭരണഘടനാ സ്ഥാപനത്തിൽ ഭരണഘടന അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത്. അത് ചെയ്യുന്നില്ല. ആർക്ക് വേണ്ടി ചെയ്യുന്നില്ല? BJP ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്നില്ല. ഇപ്പോ ഇവിടെ ഇദ്ദേഹം ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. ഞാനിവിടെ ഉയർത്തിയല്ലോ SIR, ആദ്യം തുടങ്ങുന്നത് അതിൽ നിന്നാണല്ലോ. ബീഹാറിൽ ആരംഭിച്ചു, വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ്, കേരളത്തിലേക്ക് വന്നിരിക്കാം കേട്ടോ. യാതൊരു സംശയവുമില്ല. എന്താ SIR ഉദ്ദേശിക്കുന്നത്? ഈ രാജ്യത്ത് പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് പരിപൂർണമായും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമാണ്. പ്രായപൂർത്തിയായ 18 വയസ്സായ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും വോട്ട് ചേർത്തുവെന്ന്, വോട്ട് ചെയ്തുവെന്ന് ഉറപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. പകരം അവർ ചെയ്യുന്നത് എന്താണ്? അവർ ചെയ്യുന്നത് ആളുകളെ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. ശരി, എന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ ആ ശ്രമം തടയപ്പെടുകയാണോ? കൂടുതൽ നിഷ്പക്ഷവും സുതാര്യവുമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ബീഹാറിൽ നടക്കുമോ? മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ വോട്ട് ചോരി ക്യാമ്പയിൻ പടരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ശ്രീ എ റഹീം, ലിജു, ഷാബു പ്രസാദ് ഇത്രയും സംസാരിച്ചു.